പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ബലിയുടെ യോഗ്യതയാൽ സ്ഥാപിതമായ തിരുസഭ വളർന്നത് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനയും ചുടുനിണവും വളമാക്കിക്കൊണ്ടാണ്. ഈശോ തൻ്റെ പിൻഗാമികളായി നിയോഗിച്ച 12 അപ്പസ്തോലന്മാര് അവർ നമുക്ക് പ്രകാശ ഗോപുരങ്ങളായിട്ട് നിലകൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 14 വചനത്തില് യോഹന്നാൻ ശ്ലീഹ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വർഗീയ ജെറുസലേമിനെ കാണുന്നു. അവിടെ ആ സ്വർഗീയ ജെറുസലേമിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ. അതെ, വിശുദ്ധര് നമുക്ക് നമ്മുടെ ഈ വിശ്വാസ ജീവിതമാകുന്ന തീർത്ഥയാത്രയിൽ നമുക്ക് വഴിവിളക്കുകളായിട്ട് ശോഭിക്കുന്നു. അവരുടെ ജീവിത മാതൃക എഴുതപ്പെടാത്ത സുവിശേഷവുമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന സെന്റ് സ്റ്റീഫനെ കുറിച്ച് ധ്യാനിച്ചു. ഇന്ന് 3-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായ 3 വിശുദ്ധരെയാണ് നമ്മൾ ധ്യാനിക്കുക. അതിൽ ഒന്നാമതായിട്ട് AD 255 ജനിച്ച് തൻ്റെ യൗവനത്തിൽ തന്നെ 33-ാം വയസ്സിൽ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് കുപ്രസിദ്ധമായ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൈസ്തവ പീഡനകാലത്താണ് തൻ്റെ വിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറാകാതെ ക്രൂരമായി പീഡനങ്ങളേറ്റ് നഗ്നനാക്കപ്പെട്ട് മരത്തിൽ തറ ബന്ധിക്കപ്പെട്ട് അമ്പ് ചെയ്ത് കൊല്ലപ്പെട്ടത്. ആ വിശുദ്ധൻ കഴിഞ്ഞ 17 നൂറ്റാണ്ടുകളായിട്ട് ഇതാ സഭയ്ക്ക് എപ്പോഴും വിശ്വാസികൾക്ക് ഒരു വഴിവിളക്കായിട്ട് ശോഭിക്കുകയാണ്. ഈ വിശുദ്ധനെ കുറിച്ച് അറിവ് ലഭിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. എപ്പോഴും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, പഞ്ഞം, പട, വസന്ത, അതായത് പകർച്ചവ്യാധി എന്നിവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. മാത്രമല്ല, എൻ്റെ അടുത്തുള്ള ഒരു പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ളതുമായിരുന്നു. അതുകൊണ്ട് ഈ വിശുദ്ധനെ എനിക്ക് ചെറുപ്പം മുതലേ വലിയ കാര്യമായിരുന്നു. എന്നാൽ ഈ വിശുദ്ധൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ, എറണാകുളം രൂപതകളിലാണ്. ഞാൻ തൃശ്ശൂർ രൂപതയുടെ ഒരു പള്ളിയിൽ പൊന്നാനി എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ പോയിക്കൊണ്ടിരുന്നു. അവിടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ വന്നപ്പോൾ പള്ളി കമ്മിറ്റിക്കാരെ എന്നെ സമീപിച്ച് ചോദിച്ചു, വിശുദ്ധൻ്റെ അമ്പ് എഴുന്നള്ളിപ്പ് വീടുകളിലൂടെ വരുന്നുണ്ട്, എൻ്റെ വീട്ടിലും വരട്ടെ. ഞാൻ സമ്മതിച്ചു. അതിൻ്റെ ബാൻസെറ്റിൻ്റെയും കരിമരുന്നിൻ്റെയും ഒക്കെ ചെലവിലേക്കുള്ള ഒരു വിഹിതവും അവർ ചോദിച്ചു കൊടുത്തു. പറഞ്ഞ സമയത്ത് തന്നെ അവർ ബാൻഡുമേളവും കരിമരുന്ന് പ്രയോഗവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് തികച്ചും വിപരീതമായി. അവർ വിശുദ്ധൻ്റെ ഒരു രൂപമല്ല കൊണ്ടുവന്നത്, പിന്നെയോ ഒരു പ്ലേറ്റിൽ ഒരു അമ്പ്. എനിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നിർജീവമായ സൃഷ്ടവസ്തുക്കൾക്ക് നൽകുകയാണ് എന്ന് എനിക്ക് തോന്നി. എൻ്റെ അയൽപക്കക്കാരായ വിജാതിയർ പോലും വന്ന് നേർച്ചയിടുകയും മറ്റും ചെയ്തപ്പോൾ ഞാൻ പ്രതിഷേധ സൂചകമായിട്ട് നേർച്ചയിടാനോ മുത്താനോ തയ്യാറായില്ല. എങ്കിലും അടുത്ത ദിവസം തന്നെ എനിക്കും ഭാര്യയ്ക്കും 3 മക്കൾക്കും ഒരുപോലെ കലശലായ പനി. അടുത്തുള്ള അയൽക്കാരാണ് ഞങ്ങൾക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ തന്നത്. എന്നിട്ടും ഒരാഴ്ചയോളം ഞങ്ങൾ ശയ്യാവലംബയായി മാറി. ആ സംഭവം എന്നെ പഠിപ്പിച്ചത് സഭ ഈശോയുടെ മൗതിക ശരീരമാണ്. ആ സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. മറിച്ച് ഈശോയ്ക്ക് തന്നെ തൻ്റെ മൗതിക ശരീരത്തെ സംരക്ഷിക്കുവാനും നയിക്കുവാനും അറിയാം എന്നുള്ള വസ്തുതയാണ്.
അപ്പസ്തോല പ്രവർത്തനം 19, 11, 12 വചനങ്ങളില് ഇങ്ങനെ പറയുന്നു: പൗലോസിന്റെ കരം വഴി ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പൗലോസിന്റെ കരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രവും രോഗികളുടെ മേൽ സ്പർശിച്ചപ്പോൾ രോഗം അവരെ വിട്ടുപോവുകയും പിശാചുക്കൾ പുറത്താവുകയും ചെയ്തു. നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് ആ പൗലോസിന്റെ തുവാലയും അംഗവസ്ത്രവും ഒക്കെ ഉപയോഗിച്ച് രോഗശാന്തികൾ ഉണ്ടായി എന്ന സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് തിരുശേഷിപ്പുകളെ സഭ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ച് അറിയാനായിട്ട് സാധിക്കണം. മാരകമായ പ്ലേഗിന്റെ കാലഘട്ടത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം ലോകമെങ്ങും പ്രചാരം ആരംഭിച്ചത്. എന്നാൽ നമുക്ക് നേരിടേണ്ടി വന്ന കോവിഡ് എന്ന മാരക രോഗത്തിന്റെ സമയത്ത് നമ്മളുടെ അജ്ഞത മൂലം നമുക്ക് ഈ വിശുദ്ധന്റെ സെന്റ് സെബാസ്റ്റ്യന്റെ മധ്യസ്ഥം വേണ്ടവിധം പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. സെന്റ് സെബാസ്റ്റ്യൻ അത്ലറ്റുകളുടെയും പോരാളികളുടെയും വികലാംഗരുടെയും കൂടി പേട്രൺ സെയിന്റ് ആണ്. ജനുവരി 20 വിശുദ്ധന്റെ ഫീസ്റ്റ് ഡേ. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് CCC 2683 84 പാരഗ്രാഫുകളിൽ പറയുന്നു: സഭ വിശുദ്ധരെ അംഗീകരിക്കുന്നു. ദൈവം മഹത്വപ്പെടുത്തിയ വിശുദ്ധര് ദൈവസന്നിധിയിൽ തങ്ങളുടെ ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധരുടെ മധ്യസ്ഥം തേടുന്നത്, പ്രാർത്ഥന തേടുന്നത് ഏറ്റവും സത്വരമായ സഹായം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ഇടയാകും. താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്നു, മോശയും ഏലിയായും ഈശോയുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് ഈശോയുമായി സംസാരിക്കുന്നത് അപ്പസ്തോലന്മാർ കണ്ടു. മോശയും ഏലിയായെല്ലാം എത്രയോ മുമ്പ് മരിച്ചുപോയവരാ. അപ്പോൾ മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഈ ദൈവം തന്നെ പരിചയപ്പെടുത്തിയത്, മോശയോട് പറഞ്ഞത്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന. ആ പൂർവികരെല്ലാം എത്രയോ മുമ്പ് മരിച്ചുപോയവരാ. അപ്പോൾ ദൈവം മരിച്ചവരുടെ ദൈവമാണോ? അല്ല. നമ്മുടെ മരിച്ചവരെല്ലാം, പൂർവികരെല്ലാം ദൈവസന്നിധിയിൽ നിത്യം ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും നമ്മളെ സഹായിക്കുവാനുമായിട്ട് സാധിക്കും. വിശ്വാസ പ്രമാണത്തിൽ അത് നമ്മൾ ഏറ്റുപറയുന്നതാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത്. അതായത് പുണ്യവാന്മാർക്ക്, വിജയസഭയിലുള്ള വിശുദ്ധർക്ക്, ഭൂമിയിലുള്ള സമരസഭയിലായിരിക്കുന്ന നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കും. ആദിമസഭയിലെ മറ്റൊരു ധീര രക്തസാക്ഷിയായ വിശുദ്ധനാണ് സെന്റ് ജോർജ്. AD 275 ജനിച്ച് പട്ടാള ഉദ്യോഗസ്ഥനായി ഉയർന്ന് വിശ്വാസത്തെ പ്രതി AD 303 തൻ്റെ 28-ാം വയസ്സിൽ വിശ്വാസത്തെ പ്രതി ധീര രക്തസാക്ഷിയായ സെന്റ് ജോർജിനെ പറ്റി ഒരു കഥയുണ്ട്. ഒരു നാടിനെ ഒരു ഡ്രാഗൻ അവരുടെ കുടിവെള്ള ഗേറ്റിങ്ങിൽ വന്ന് സ്ഥിതി ചെയ്തുകൊണ്ട് അവർക്ക് വെള്ളം മുട്ടിച്ചു. അങ്ങനെ അവർക്ക് വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ആടുമാടുകളെ കൊണ്ട് സമർപ്പിക്കണം. അപ്പോൾ അതിനെ തിന്നാൻ വേണ്ടി ഡ്രാഗൺ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് വെള്ളം ലഭിക്കും, വെള്ളം ഒഴുകി വരും. അങ്ങനെ ആടുമാടുകൾ തീർന്നപ്പോൾ മനുഷ്യരെ അവിടെ കൊണ്ട് ഡ്രാഗണ് സമർപ്പിക്കേണ്ടതായിട്ട് വന്നു. ആ ഏറ്റവും വലിയ വേദനയുടെ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം രാജകുമാരിക്കാണ് നറുക്കു വീണത്. അങ്ങനെ രാജകുമാരിയെ എല്ലാവരും വലിയ വിലാപത്തോടെ അവിടെ കൊണ്ട് ഡ്രാഗണ് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ സെന്റ് ജോർജ് ഒരു കുതിരപ്പുറത്ത് അവിടെ ദൈവനിയോഗം പോലെ പാഞ്ഞെത്തുകയും തൻ്റെ കുന്തം ഉപയോഗിച്ച് ആ ഡ്രാഗനെ കൊന്ന് അങ്ങനെ ആ നാടിനെ തിന്മയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ് ആ കഥ. ഒരു അപസർപ്പക കഥ പോലെ തോന്നുന്ന ഈ സംഭവം
ഇതാ ഇപ്പോൾ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ആളുകൾക്ക്, പ്രത്യേകിച്ചും ഭൗതികവാദികൾ, ഈ വിശുദ്ധന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് ചരിത്രപരമായ സാക്ഷ്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 17 നൂറ്റാണ്ടുകളായി ആളുകൾക്കുണ്ടാകുന്ന ആ വിശുദ്ധനിൽ നിന്ന് ലഭിക്കുന്ന മധ്യസ്ഥ സഹായവും അവർക്ക് ലഭിക്കുന്ന സത്വരമായ ദൈവിക സഹായവും നിഷേധിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? എനിക്ക് ഈ വിശുദ്ധനെ കുറിച്ച് ഉള്ള ഭക്തി എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഞങ്ങൾ ഒരു കുടിയേറ്റ പ്രദേശത്ത് താമസിച്ചിരുന്നു. അവിടെ ഭയങ്കരമായ പാമ്പുകളുടെ ശല്യം സഹിക്കവയ്യാതെ പള്ളിക്ക് സെൻറ് ജോർജിൻ്റെ രൂപം സംഭാവന ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം പിന്നെയും പാമ്പുകൾ പുറകെ പടയായിട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ അമ്മ ഓർത്തെടുത്തു, ഈ വർഷം സെൻറ് ജോർജിൻ്റെ തിരുനാളിന് പോവുകയോ നേർച്ച കൊടുക്കുകയോ ചെയ്തില്ലല്ലോ എന്നുള്ളത്. എൻ്റെ യൗവനത്തിൽ വിശ്വാസം ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ ഞങ്ങളുടെ ടൗണിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ രാത്രിയിൽ ഇരുട്ടത്തൊക്കെ വരുമ്പോൾ സെൻറ് ജോർജിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി, ഇവിടെയൊന്നും ഇപ്പോൾ പാമ്പുകളൊന്നുമില്ല, അതുകൊണ്ടാണ് രാത്രിയിൽ ഇരുട്ടത്ത് ഞാൻ വരുമ്പോഴും പാമ്പുകളെയൊന്നും കാണാത്തതെന്ന്. എന്നാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് വഴിയിൽ ഇതാ വലിയൊരു പാമ്പിനെ കൊന്നിട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തലേ ദിവസം പാതിരായ്ക്ക് ഞാൻ നടന്നു വന്ന അതേ വഴിയിൽ വലിയ ഒരു പാമ്പ്. അന്ന് പാതിരായ്ക്ക് ഞാൻ ഈ പാമ്പിനെ കണ്ടിരുന്നുവെങ്കിൽ അത് കടിക്കുകയൊന്നും വേണ്ട, ഞാൻ മരിച്ചു വീഴാൻ വേണ്ടിയിട്ട്. 1700 വർഷങ്ങൾക്ക് ശേഷവും ഈ വിശുദ്ധന്റെ പേര് തങ്ങളുടെ മക്കൾക്കും സ്ഥാപനങ്ങൾക്കും ആളുകൾ ഇടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥന അവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന എഡ്വേർഡ് സെൻറ് ജോർജിനെ പാട്രനായി സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോവുകയും യുദ്ധം ജയിച്ചതിൻ്റെ ഫലമായിട്ട് സെൻറ് ജോർജ് ക്രോസ്, വൈറ്റിൽ റെഡ് ക്രോസ്, അത് ഇംഗ്ലണ്ടിൻ്റെ പതാകയായി സ്വീകരിച്ച് ഇന്നും ഇംഗ്ലണ്ടിൻ്റെ പതാക ഇതാണ്. ബ്രിട്ടനിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ, ഈ ജോർജിയ, എത്യോപ്യ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ സെൻറ് ജോർജിനെ അവർ പാട്രൺ സെയിന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25:21 താലന്തിന്റെ ഉപമയിൽ ഈശോ പറയുന്നു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. അതനുസരിച്ച് സെൻറ് ജോർജിനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് പട്ടാളക്കാരുടെ മധ്യസ്ഥനായിട്ട്. അതുപോലെ സർപ്പത്തിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് ഉപകരിക്കുകയാണ്. സെൻറ് ജോർജിന്റെ ഫീസ്റ്റ് ഏപ്രിൽ 23 ആഘോഷിക്കുന്നു. അനുദിനം നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരും ആദിമസഭ മുതൽ ഇന്നുവരെ വണങ്ങപ്പെടുന്നവരുമായ ചില വിശുദ്ധരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുപ്രകാരം 3-ാം നൂറ്റാണ്ടിൽ തന്നെ AD 251 വിശ്വാസത്തെ പ്രതി ധീരരക്തസാക്ഷിയായ സെന്റ് ക്രിസ്റ്റഫറിനെ കുറി നമുക്ക് ഇന്ന് കാണാം. സെന്റ് ക്രിസ്റ്റഫർ എല്ലാവിധ യാത്ര ചെയ്യുന്നവരുടെയും മധ്യസ്ഥനാണ്. നമ്മൾ ഇന്ന് ഏറെ യാത്ര ചെയ്യുന്നവരും യാത്രാ ദുരിതം അനുഭവിക്കുന്നവരുമാണ്. അതുകൊണ്ട് സെന്റ് ക്രിസ്റ്റഫറിന്റെ മധ്യസ്ഥം നമുക്ക് വളരെ ഫലപ്രദമായിരിക്കും. സെന്റ് ക്രിസ്റ്റഫറിനെ കുറിച്ചുള്ള പറയുമ്പോൾ അദ്ദേഹം ആചാനബാഹുവായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നദി കടക്കാൻ വരുന്നവർക്ക് ഫെറിയിൽ ആളുകളെ എടുത്ത് നദി കടത്തുന്ന അത്രമാത്രം ശാരീരിക ശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ഈ പരോപകാരത്തിന് പ്രതിഫലമെന്നോണം ഒരു ദിവസം ഒരു കുട്ടി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കടക്കാനായിട്ട് വന്നു. ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് വിശുദ്ധൻ നദി കടക്കാനായിട്ട് ആരംഭിച്ചു.
പക്ഷേ കുട്ടിയുടെ ഭാരം വർദ്ധിച്ചു വന്നു. 3-4 പേരെ തോളിലെടുത്തുകൊണ്ട് നദി കടക്കാറുള്ള വിശുദ്ധൻ ഈ കുട്ടിയുടെ മുമ്പിൽ തോറ്റ് തൻ്റെ അഹങ്കാരമെല്ലാം പോയി. അപ്പോൾ ആ കുട്ടി തന്നെ വെളിപ്പെടുത്തി, ഞാൻ ചൈൽഡ് ജീസസ് ആണ് എന്ന് വെളിപ്പെടുത്തുകയും ആ ക്രിസ്റ്റഫറിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാസിയായപ്പോൾ സ്വീകരിച്ച പേരാണ് ക്രിസ്റ്റഫർ എന്നുള്ളത്, ബ്രിങ്ങിങ് ക്രൈസ്റ്റ് ഇൻ ടു ലൈഫ്. വിശുദ്ധന്റെ ചിത്രം ഒരു ആജാനുബാഹുവായ മനുഷ്യൻ വടിയൂന്നി തോളിൽ ചൈൽഡ് ജീസസിനെയും വെച്ചുകൊണ്ട് നദി കടക്കുന്നതാണ് വിശുദ്ധന്റെ പ്രചാരത്തിലുള്ള ചിത്രം. ജൂലൈ 25 വിശുദ്ധന്റെ ഫീസ്റ്റ് ഡേ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധനെ കുറിച്ചും ഹിസ്റ്റോറിക്കലായ തെളിവില്ല എന്ന് പറഞ്ഞ് ഈ 17 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആളുകൾ വിശുദ്ധനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിശുദ്ധന്മാർ വിശ്വാസികൾക്ക് റോൾ മോഡലാകുന്നു എന്നും അവര് നരകത്തിന്റെ ശത്രുക്കളാണ് എന്നും മനസ്സിലാക്കിയ സാത്താൻ തലമുറകളെ വിശുദ്ധരിൽ നിന്നും അതുവഴി വിശ്വാസത്തിൽ നിന്നും അകറ്റുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും അറിയാതെ ഈ കെണിയിൽ വീണു പോവുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:12 ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും. വിശുദ്ധന്മാര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവരാണ്. അവര് മരണശേഷം ദൈവം അവരെ മഹത്വപ്പെടുത്തിയതുകൊണ്ട്, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സഭ അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട്, അവര് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഇവരെ ഇന്നും സഭയെ നയിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധരുടെ മധ്യസ്ഥം നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് പോകുവാനുള്ള വഴിവിളക്കുകളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.